ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു കിടിലൻ വീഡിയോസിലേക്ക് വീണ്ടും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും ഒരു ഡ്രീം ലീഗ് വീഡിയോസായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 1 ഇയറിന് ശേഷമാണ് നമ്മളിപ്പോൾ പുതിയൊരു വീഡിയോസായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നുമല്ല, നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം വീഡിയോസിനൊക്കെ മാറി നിന്നതാണ്. സോ അപ്പോൾ വീണ്ടും നമ്മൾ ഡ്രീം ലീഗ് 2025 നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാൻ വിചാരിച്ച എല്ലാവർക്കും ഒരു നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്രയും ലാഗാക്കി വീഡിയോസ് ചെയ്യുന്നതിന് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. സോ ഇനി എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്നുണ്ട്. സോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ആവശ്യമാണ്. നമുക്ക് ഏതായാലും ടീമൊക്കെ ബിൽഡാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. സോ അപ്പോൾ എല്ലാവരും ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നമ്മൾ ഏതായാലും ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. ഞാൻ ഏകദേശം ഒരു 1 ഇയറിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഡ്രീം ലീഗ് ഇവിടെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, ഏതായാലും നമ്മളിവിടെ ഇൻസ്റ്റാളായി വന്നിട്ടുണ്ട്. സോ എങ്ങനെയുണ്ട്, എന്തൊക്കെയാണ് പെർഫോമൻസ് എന്നൊന്നും അറിയില്ല. ഓക്കെ, ഏതായാലും നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ സൗണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ടീം നെയിമാണ് ചോദിക്കുന്നത്. ടീം നെയിം നമ്മൾ ചാനലിൻ്റെ പേര് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ സെയിം ചാനൽ നെയിം തന്നെ കൊടുത്തത് ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു മാനേജറെ ഇവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, മാനേജറുടെ പേരും നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, നമുക്ക് ഏത് പ്ലെയറെയാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഫീച്ചർ ഇതൊക്കെ കഴിഞ്ഞ നമ്മുടെ ഡ്രീം ലീഗ് 24 ഉണ്ടായിരുന്നു, 25 ഇത് തന്നെയാണ്. സോ ഇതിൽ ഗെയ്സ് ഏത് പ്ലെയറാണ് എടുക്കേണ്ടതെന്നാണോ നോക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൽ എനിക്ക് പ്രത്യേകിച്ചൊരു അഭിപ്രായമൊന്നുമില്ല ഏത് പ്ലെയർ എടുക്കണം എന്നുള്ളത്. ഓക്കെ, ഏകദേശമൊക്കെ സെയിം റേറ്റിംഗ് വരുന്ന പ്ലെയേഴ്സാണ്. 82 വരുന്ന പ്ലെയർ ഉണ്ട്. സോ നമ്മളതിൽ ഗുണ്ടോഗാൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലെയർ എടുക്കുകയാണ്. ഓക്കെ, വേറെ പ്ലെയറൊന്നും സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ജസ്റ്റ് ഒരു പ്ലെയർ സെലക്ട് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, 18 റേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഏതായാലും ഇവിടെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഒരു ഇൻഫർമേഷൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കുകയാണ്. മാച്ച് കളിക്കണമെന്നാണ് ചോദിക്കുന്നത്. ലേറ്റർ കൊടുത്തിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് കളിക്കാം. ലേറ്ററായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കളിക്കാം. നമുക്ക് ഏതായാലും ഇവിടെ കണ്ടിന്യൂ കൺഗ്രാജുലേഷൻ എന്നുള്ളൊരു ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. സോ നമ്മൾ ഓക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ നമുക്ക് കോയിൻസും ഡയമണ്ട്സും ഒക്കെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫീച്ചറൊക്കെ ഏകദേശം സെയിം, നമ്മുടെ മുമ്പത്തെ അതേ സെയിം ഫീച്ചറാണ്. ഓക്കെ, മുമ്പൊരു ആഡ്സിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. സോ ആഡ്സൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ ഇവിടെ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ ഏതായാലും പ്രൈസൊക്കെ ഒന്ന് ക്ലെയിം ചെയ്യാണ്. കൂടുതൽ മാച്ച് കളിക്കാനൊന്നല്ല ഇപ്പോൾ വന്നിട്ടുള്ളത്. ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് വീഡിയോസ് എന്നുള്ള നിലക്ക് മാത്രമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഒന്നുകൂടെ സ്മൂത്തായ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, മുമ്പ് ഒന്ന് ലാഗായിരുന്നു. സോ ഏതായാലും നമുക്ക് കളിച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, കൂടുതൽ പ്ലെയേഴ്സൊന്നുമില്ല. ഒരു ബ്ലൂ പ്ലെയർ ഉണ്ട്, ഡാനിലോ എന്ന് പറഞ്ഞിട്ടുള്ള. ഓക്കെ, ഇതിൻ്റെ കാർഡിൻ്റെ നെയിം വരെ ഞാൻ ഇപ്പോൾ മറന്നു പോയിട്ടുണ്ട്. കോമൺ, റയർ, ലെജൻഡറി പ്ലെയർ അങ്ങനെയാണ് തോന്നുന്നുണ്ട്. സോ അറിയാവുന്ന ആളുകളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് വീഡിയോസ് എന്നുള്ള നിലക്ക് മാത്രമാണ്. സോ ഇനിയുള്ള വീഡിയോസൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് പ്രകാരം ചെയ്യുന്നതായിരിക്കും. ഏതായാലും നമുക്ക് നെക്സ്റ്റ് ഒരു മാച്ച് കളിച്ചുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അതിന് നെക്സ്റ്റ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.